മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും വഴിപിരിയുകയാണ്. പാർട്ടിയെ നശിപ്പിച്ച് പിണറായി വിജയൻ പോകുമെന്നുറപ്പായ സ്ഥിതിക്ക് ഇതിനെ പിടിച്ചു നിർത്താൻ എങ്ങനെ സാധിക്കുമെന്നുള്ളൊരു ആശങ്കയാണ് ഗോവിന്ദനെ പിണറായിയിൽ നിന്നും ആദ്യം അകറ്റുന്നത്. അതുകൂടാതെ മറ്റൊരു പ്രശ്നം കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് CPM-ൽ തീവ്രത അളക്കുന്ന യന്ത്രം കൈവശം നൽകിയ ഏക പുരുഷ നേതാവ് അത് AK ബാലനായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ അത്യാവശ്യം വേണ്ട വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്ന നേതാവുമായിരുന്നു AK ബാലൻ. എന്നാൽ കുറച്ച് വർഷങ്ങളായി ഇങ്ങനെ പിച്ചും പേയും പറയുന്ന കാര്യത്തിൽ മുന്നിലാണ് അദ്ദേഹം. എന്നാൽ മിണ്ടാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് തയ്യാറാകുന്നുമില്ല. സീറ്റും നൽകുന്നില്ല. പാർട്ടി കമ്മിറ്റിയിൽ വയസ്സായതിൻ്റെ പേരിൽ തഴയപ്പെടുകയും ചെയ്തതോടെ തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലേ എന്നൊരു സംശയം ബാലൻ സഖാവിനെ വല്ലാതെ അലട്ടുകയാണ്. അതുകൊണ്ട് പിണറായി ഭക്തി മൂത്ത് ഭ്രാന്തായ AK ബാലൻ പിണറായി സ്തുതിയും അതുപോലെ ചില പമ്പര വിഡ്ഢിത്തങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിലൊന്നാണ് ഇപ്പോൾ ചതിച്ചത്. UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഇവിടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുകയെന്നും മാറാട് കലാപം വീണ്ടും ആവർത്തിക്കുമെന്നുള്ള മുതിർന്ന നേതാവായ AK ബാലന്റെ വിവാദ പ്രസ്താവന ചൊല്ലിയാണ് ഇപ്പോൾ CPM-ൽ തമ്മിൽ തല്ല് തുടങ്ങിയത്. AK ബാലന്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ച് ന്യായീകരിച്ചപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ബാലനെ വലിച്ച് പുറത്തെറിയുകയാണ് ചെയ്തത്. ബാലന്റെ പ്രസ്താവന നിരുത്തരവാദപരമാണെന്നും ഒരിക്കലും പാർട്ടിയുടെ അന്തസ്സിന് നിരക്കാത്ത അതിനെ തള്ളിക്കളയുന്നു എന്നുമാണ് യോഗത്തിൽ ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിങ്ങിനിടെയായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത്. എന്നാൽ AK ബാലന്റെ വിവാദ വാക്കുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മാറാട് കലാപം ഓർമ്മപ്പെടുത്തുക മാത്രമാണ് അദ്ദേഹം ചെയ്തതെന്നും അതിൽ തെറ്റില്ലെന്നും പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി ആ വാർത്താ സമ്മേളനത്തിൽ ന്യായീകരിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പാർട്ടി വേണ്ട, എങ്ങനെയെങ്കിലും വർഗീയം പറഞ്ഞിട്ടാണെങ്കിലും ഭരണം പിടിക്കണം. എന്നാൽ ഗോവിന്ദൻ അങ്ങനെയല്ല. നാളെ ഈ ഭരണം പോയാൽ പിണറായി വിജയൻ കുടുംബത്തോടൊപ്പം ചിലപ്പോൾ വിദേശത്ത് പോകും, അവിടെ താമസമാക്കും. അപ്പോഴും ഇവിടെ ഈ പാർട്ടിയെ നയിക്കേണ്ടത് ഗോവിന്ദനാണ്. അതുകൊണ്ട് പൊട്ടത്തരം വിളിച്ചു പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർ ഇനി മുഖ്യമന്ത്രിയുടെ ഉറ്റ തോഴനാണെങ്കിലും അതിനെ ന്യായീകരിക്കാൻ ഇനി നിൽക്കില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് ഗോവിന്ദൻ മുഖ്യമന്ത്രിക്ക് നൽകിയത്. അതോടെ ഈ വിഷയം മറ്റു കമ്മിറ്റികളും ഒപ്പം സാധാരണ CPM പ്രവർത്തകരും ഏറ്റെടുത്തു. സോഷ്യൽ മീഡിയയിലെല്ലാം AK ബാലനെ വലിച്ചു കീറി. അതെല്ലാം മുഖ്യമന്ത്രിക്കുള്ള അടിയായിരുന്നു. പാലക്കാട് CPM ജില്ലാ കമ്മിറ്റി ബാലനും ബാലനെ അനുകൂലിക്കുന്നവർക്കും നല്ല താക്കീതാണ് നൽകിയിരിക്കുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഒഴിവാക്കണമായിരുന്നുവെന്നും AK ബാലൻ വാ തുറന്നാൽ പാർട്ടിക്ക് വോട്ട് പോകുമെന്നുമാണ് ജില്ലാ കമ്മിറ്റി പറഞ്ഞത്. മാത്രമല്ല പാർട്ടിയുടെ ഒരു ചുമതലയില്ലാത്ത ബാലൻ എന്തിനാണ് പോയി മാധ്യമങ്ങളെ കാണുന്നതെന്നും അബദ്ധ പ്രസ്താവനകൾ നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതെന്നും ജില്ലാ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകുകയാണ് മുഖ്യമന്ത്രിക്ക്. ഇതെല്ലാം മുഖ്യമന്ത്രിയും ബാലനും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നുമുള്ള വാർത്തകളും പുറത്തു വരികയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റി അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. സത്യം നമുക്കറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മുസ്ലിം സംഘടനയ്ക്കെതിരെ വിദ്വേഷവും ഭീതിയും പടർത്തി മറ്റ് മതവിഭാഗങ്ങളുടെ വോട്ടുറപ്പിക്കുകയാണ് പിണറായി വിജയന്റെ ലക്ഷ്യം. അതിൻ്റെ പരസ്യം നൽകിയതാണ് AK ബാലൻ. വെള്ളാപ്പള്ളിയും AK ബാലനും ഈ വയസ്സാം കാലത്ത് ഏറ്റെടുത്തിരിക്കുന്ന പണിയും ഇതാണ്. എന്നാൽ അത് നടക്കില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പും താക്കീതുമാണ് ഗോവിന്ദൻ പിണറായിക്ക് നൽകിയിരിക്കുന്നത്. ആ ഉരസലിൻ്റെ അഗ്നിഗോളങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാനാകും.